Hello everyone, welcome back to Story World. എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും നിറയെ സ്റ്റോറീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റുള്ളൂ. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, റിലേറ്റീവ്സിന് അയച്ചു കൊടുക്കുക. മെയിനായിട്ട് നിങ്ങൾ ഒരു സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, എന്താണ് എൻ്റെ മിസ്റ്റേക്സ് എന്നറിയാൻ പറ്റുള്ളൂ. അതൊന്ന് ചെയ്ത് വയ്ക്കുക. പിന്നെ ഞാനിപ്പോൾ എനിക്ക് കുറേ 1 മിനിറ്റ് അല്ല, ഒരു ചെറിയ ഇൻസിഡൻസ് ഒക്കെ എനിക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നമുക്ക് ചെറുതാവുമ്പോൾ വീഡിയോ ആയിട്ട് എടുക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് രൂപത്തിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റീസെൻ്റായിട്ട് ഒരു സ്ക്രിപ്റ്റ് രൂപത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോറി. അത് പാർട്ട് 1 ആയിട്ടാണ് ഇട്ടിരുന്നത്. ബട്ട് അത് ഞാൻ പാർട്ട് 2 ആയിട്ട് എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നി എന്തുകൊണ്ട് അതിനെ എലാബറേറ്റ് ആയിട്ട് പറഞ്ഞുകൂടാ. കാരണം അത് ഭയങ്കര ഇമോഷണലി ടച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. നമ്മളത് പറയുന്നത് പോലെ വരില്ല സ്ക്രിപ്റ്റായിട്ട് എഴുതുമ്പോഴത്തേക്കും. സോ അതിൻ്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ, ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട, വീഡിയോയിലിട്ട് പോകും. അപ്പോൾ പാർട്ട് 1 ഇതായിരുന്നു. ഡയാനയും അശ്വതിയും ഹോസ്റ്റൽ ജീവിതം അടുത്ത് ഒരു വീടെടുത്ത് താമസിക്കായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ, തുടർന്നുള്ള അവരുടെ ദുരനുഭവങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് സ്ക്രിപ്റ്റഡ് വീഡിയോയിൽ. സോ ആർക്കെങ്കിലും ആ സ്ക്രിപ്റ്റഡ് വീഡിയോ ഓഡിയോ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. അല്ല നിങ്ങൾക്ക് വായിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചിട്ട് വരിക. അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഈ വീഡിയോ. സോ ഈ വീഡിയോ എനിക്ക് ഷെയർ ചെയ്തത് ശ്രദ്ധ എന്ന് പറയുന്ന ഒരു കൊച്ചാണ്. അപ്പോൾ അവളുടെ വീടിന് അരികിലായിട്ട് നടന്ന ഒരു സംഭവമായിരുന്നു ഇത്. പിന്നെ അവൾ എന്തുകൊണ്ടാണ് ആ വീട്ടിൽ അങ്ങനെ സംഭവിക്കുന്നതെന്ന് കേട്ടറിഞ്ഞ വിഷയമാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. 100 വർഷം മുമ്പ് ഈ വീടിരുന്ന സ്ഥലം മൊത്തം കൃഷിഭൂമിയായിരുന്നു. അപ്പോൾ ഈ കൃഷിഭൂമി വന്ന് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ സ്ഥലമായിരുന്നു. അപ്പോൾ അയാളത് തങ്കപ്പൻ എന്ന് പറയുന്ന ആൾക്ക് പാട്ടം കൊടുത്തിരുന്നു. പക്ഷേ ഒരു വ്യവസ്ഥയായിരുന്നു, അതിൽ കിട്ടുന്ന കൃഷിയുടെ പകുതിയും ഇയാൾക്ക്, ആർക്കാണ്, രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഒരു വിളവിൽ എന്തായിരുന്നു പറഞ്ഞാൽ അത് കുറച്ചേ കിട്ടിയുള്ളൂ ഇവർക്ക്. അപ്പോൾ ഇയാൾ കൊടുക്കുകയാണ്. അതിൽ നിന്നും പകുതി കൊടുത്തപ്പോൾ ഇയാൾക്ക് മതിയാകുന്നില്ല. കാരണം സാധാരണ ഇത്ര അല്ലല്ലോ കൊണ്ടുവരുന്നത്. ഇയാൾ നല്ലതായിട്ട് പറയാണ്, അല്ല ഈ പ്രാവശ്യം എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ടും ഇയാൾക്ക് തൃപ്തി വരുന്നില്ല. ഇയാൾ അത് അത്രയും വേണമെന്ന് പറഞ്ഞ് എടുക്കായിരുന്നു. അപ്പോൾ ആ പ്രാവശ്യം ഭയങ്കര കഷ്ടത്തിലായിരുന്നു. കാരണം തങ്കപ്പന് 6 മാസമായ ഒരു കുഞ്ഞുണ്ട്, ഭാര്യയുണ്ട്. അപ്പോൾ ഇവർ 3 പേരായിട്ട് ഒരു ചെറിയ കുടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ അയാളൊരു നല്ല ഭരണാധികാരി അല്ല. അയാളുടെ മോശ സ്വഭാവം എന്ന് പറയുന്നത്, അയാൾക്ക് ഏതെങ്കിലും പെൺകുട്ടികളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതൊരു വിവാഹിതരാണെങ്കിലും വിവാഹിതരല്ലെങ്കിലും അയാളുടെ അരമനയിൽ കൊണ്ടുപോകും, റേപ്പ് ചെയ്യും, ചിലപ്പോൾ കൊല്ലും. അതിലൊന്നും ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇങ്ങനത്തെയൊക്കെ ഒരു ക്രൂരമായ ഒരു രീതിയിലാണ് ആ നാട് പോയിട്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തങ്കപ്പന് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ഭാര്യ ഒരു ദിവസം അവിടെ വയലിൽ നിൽക്കുന്ന സമയത്ത് ഈ രവീന്ദ്രൻ വരികയും അവളെ എടുത്തിട്ട് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ തങ്കപ്പനെ കണ്ടിരുന്നില്ല. തങ്കപ്പൻ അവൻ്റെ ഫ്രണ്ടിനോട് പറയുകയും ഇവർ അത് ചോദിക്കാനായിട്ട് അരമനയിൽ പോയ സമയത്ത് തങ്കപ്പനെയും അയാളെയും കൊല്ലുകയായിരുന്നു. അപ്പോൾ തങ്കപ്പൻ്റെ വൈഫിൻ്റെ പേര് റാണി എന്നാണ്. അപ്പോൾ റാണി കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തങ്കപ്പന് വേണ്ടി. കാണാത്തപ്പോൾ അവൾ അവിടെ ഒരു മരച്ചുവടുണ്ട്, ആ വയലിൻ്റെ അടിയിലായിട്ടുള്ള ഒരു മരച്ചുവടിൽ പോയി കുഞ്ഞുമായിട്ട് പോയിരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് അവിടെ വരുന്നത് രവീന്ദ്രനാണ്. രവീന്ദ്രൻ വരികയും കുഞ്ഞിനെ പിടിച്ചു മാറ്റിയിട്ട് ഇവളെ ബലമായിട്ട് അരമനയിൽ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കുഞ്ഞ് വയലിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ അരമനയിൽ പോകുന്ന സമയത്താണ് റാണി അറിയുന്നത് തങ്കപ്പൻ മരിച്ചു കഴിഞ്ഞെന്ന്. ഇവളെയും വിട്ടുവെച്ചില്ല, അവർ റേപ്പ് ചെയ്ത് കൊല്ലുകയായിരുന്നു. പക്ഷേ ദുർഭാഗ്യം എന്ന് പറയട്ടെ, അന്ന് രാത്രി മുഴുവൻ ആ കുഞ്ഞ് ആ വയലിൽ ഒറ്റയ്ക്കായിരുന്നു. പിറ്റേ ദിവസം വയലിൽ ജോലി ചെയ്യാൻ വന്നവർ കണ്ടത് ആ കുഞ്ഞ് മരിച്ചു കിടക്കുന്നതായിരുന്നു. അങ്ങനെ
ഒരു 4-5 വർഷം കഴിഞ്ഞ സമയത്ത് എല്ലാവരും അറിയുകയുണ്ടായി ഈ രവീന്ദ്രൻ ദുർമരണപ്പെട്ട് മരിച്ചു എന്ന വിവരമാണ് അറിഞ്ഞത്. അതെങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു ആ വഴി പോകുമ്പോൾ ഒക്കെ ഈ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കാം, കുഞ്ഞ് കരയുന്നതിൻ്റെ ശബ്ദം നല്ലതുപോലെ കേൾക്കാം. പക്ഷെ അവർ നോക്കുമ്പോൾ ഒരിടത്തും കുഞ്ഞ് കാണാനില്ല. ഇങ്ങനത്തെയൊക്കെ ഇത്, അതായത് നമ്മുടെ ഭാഷ പറഞ്ഞ റൂമേഴ്സൊക്കെ അടിപെട്ടിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വയലിൽ പിന്നെ ആ വയൽ നശിക്കാൻ തുടങ്ങി. അതൊരു എന്താ പറയുക, പാഴടഞ്ഞതുപോലെ ആയി. അവിടെ ആർക്കും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ശേഷം ഒരാൾ ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങിക്കായിരുന്നു, വീട് വെച്ച് താമസം തുടങ്ങി. അപ്പോൾ കാലങ്ങൾ കഴിഞ്ഞല്ലോ, ആർക്കും ഈ ഇൻസിഡൻറ്റിനെ പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവർ പാല് കായ്ച്ച് കഴിഞ്ഞ് അന്ന് രാത്രി അവിടെ താമസിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ്. രാത്രി മുഴുവൻ കുഞ്ഞിൻ്റെ ശബ്ദമാണ്. ഇവരെന്താണ് ഈ കുഞ്ഞിൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടിട്ടിരിക്കുന്നതെന്ന് ആലോചിക്കാനും, കാരണം ഒരു 1/2 കിലോമീറ്ററിന് അവിടെ വീടുകളൊന്നുമില്ല. ഈ വീട് മാത്രമേ ഉള്ളൂ ഇവരിപ്പോൾ വെച്ച്. ഇവർക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഡെയിലി കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കും രാത്രി. അതുപോലെ തന്നെ പാത്രങ്ങൾ വീഴുന്ന ശബ്ദവും ഇവർക്ക് ഡിസ്റ്റർബൻസ് ആണ്. ഇവർക്ക് ആ വീട്ടിൽ കയറിപ്പോയത് തൊട്ട് ഒരു പോസിറ്റീവ് പോലുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റീഫൻ അവിടെയൊക്കെ അന്വേഷിച്ച് നോക്കുന്നു, എന്താണ് ഇങ്ങനെ പ്രശ്നം എന്നൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ ആണ് ആരോ ഈ കഥ അയാൾക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. ഇത് അയാൾ അറിയുന്നത് പിന്നെ അയാൾക്ക് ആ വീട് വിറ്റിട്ട് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നായി. അങ്ങനെ എല്ലാവരുടെ പറയായിരുന്നു വീട് വിറ്റിട്ട് പോകാനായിട്ട്. കാരണം ഇയാൾക്കത് ചീപ്പ് റേറ്റിന് കിട്ടിയതായിരുന്നു. ഇയാൾ നന്നായിട്ട് ശ്രമിച്ചു വീട് വെക്കാനായിട്ട്, പക്ഷെ നടന്നിരുന്നില്ല. അപ്പോൾ ഇയാൾക്ക് തെളിയിക്കണമായിരുന്നു അവിടെ ആരെങ്കിലും കൊണ്ടൊക്കെ താമസിപ്പിച്ചിട്ട് നമുക്കിത് ചെയ്യാം. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇരകളായ ഡയാനയും അശ്വതിയും വന്ന് പെടുന്നതും ഇവിടെ വന്ന് താമസിക്കുന്നതും ഈ അനുഭവങ്ങളൊക്കെ വരുന്നതും. ഇതെൻ്റെ അടുത്ത് പറഞ്ഞത് ശ്രദ്ധയാണ്. അപ്പോൾ ഇപ്പോഴും ആ വീട്ടിൽ ആരും താമസമില്ല, അയാൾക്ക് വിൽക്കാനും പറ്റുന്നില്ല, ആരും വാങ്ങിക്കുന്നുമില്ല. അതുമാത്രമല്ല, ഈ സറൗണ്ടിങ്ങിൽ തന്നെ അവർക്ക് എൻ്റർ ആവാൻ പോലും പറ്റുന്നില്ല. ആരും എൻ്റർ ആവാൻ എന്നല്ല, എല്ലാവർക്കും പേടിയാണ്. മാറി പറഞ്ഞ് അതിൽ കുറേ പേരൊക്കെ പറയുന്ന ആ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഈ കഥകളെല്ലാം ആ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഇവർക്ക് ആ സ്റ്റോറിയൊക്കെ ഓർമ്മ വരെയാണ്. ആ കുഞ്ഞ് എങ്ങനെ സഫർ ചെയ്തിരിക്കും, ആ കുഞ്ഞ് എങ്ങനെയാണ് മരണപ്പെട്ടതെന്നൊക്കെ ഉള്ള ഒരു തോട്ടൊക്കെയാണ് വരുന്നതെന്ന്. അതുകൊണ്ടാണ് ആ 1/2 കിലോമീറ്ററിൽ ആരും തന്നെ വീട് വയ്ക്കാത്തതും സ്ഥലം വാങ്ങാത്തതും ഒക്കെ. ഇവർക്കിത് അറിയില്ലായിരുന്നു, ഇവരെ അറിയാതെ വന്ന് പെട്ടുപോയതാണ്. ഇവർ പുറം നാട്ടിലുള്ളവരായിരുന്നു, അറിയാതെ ചീപ്പ് റേറ്റിന് കിട്ടുന്നല്ലോ എന്ന് പറഞ്ഞു വാങ്ങിയതായിരുന്നു. ഓക്കെ, അതായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ സ്റ്റോറി എനിക്ക് റൈറ്റിങ്ങിനെക്കാട്ടിലും എനിക്ക് നിങ്ങളടുത്ത് ഡയറക്റ്റ് വന്ന് പ്രസൻറ്റ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് 1 ഞാൻ സ്ക്രിപ്റ്റ് രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും അത് ഇങ്ങനെ ഒരു ഓറൽ വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാനത് ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലൈഫിലും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ റിയൽ ഇൻസിഡൻറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐഡിയിലിട്ട് അത് അയക്കുക, ഞാൻ അതും ഇതുപോലെ വീഡിയോ ആയിട്ട് എടുക്കുന്നതായിരിക്കും. സോ വേറെ ഒന്നുമില്ല, നമുക്ക് അടുത്തൊരു നല്ലൊരു സ്റ്റോറി ആയിട്ട് കാണാം. അതുവരെ ബൈ.